بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي والصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا شفيع المذنبين خذ بيدي قلت حيلتي أدركني يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب صدق الله مولانا العليم قال النبي صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر فليكرم جاره ومن كان يؤمن بالله واليوم الآخر فليكرم ضيفه رواه البخاري يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سيدي يا رسول الله جاهك بي إذا الكريم تحل منتقمي സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മവന്മാർ, നല്ലവരായ കമ്മിറ്റി ഭാരവാഹികൾ, ഉമറാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അഖിലുകാരിൽ പിടിച്ചു തരുമാറാവട്ടെ. ആരാണ് നമ്മുടെ അയൽവാസികൾ? അയൽവാസികൾക്കുള്ള പദവി എന്തൊക്കെയാണ്? അയൽവാസികളെ വേദനിപ്പിക്കുന്നവന് വരുന്ന ശിക്ഷകൾ എന്തെല്ലാമാണ്? അയൽവാസികളെ ആദരിച്ചതുകൊണ്ട് എന്തെല്ലാം പദവികൾ ഒരു മുസ്ലിമിന് നേടിയെടുക്കാൻ കഴിയും? ഒരു പ്രധാന വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പൊള്ളിപ്പോകും. പല ആളുകളുടെയും ഹൃദയത്തിൽ തട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചിലപ്പോ എന്റെ സദസ്സിലുള്ള നല്ല പേര് കേട്ട ഹാജിമാരും നല്ല തറവാട്ടുകാരും അയൽവാസികളെ കുറിച്ചുള്ളൊരു വിഷയം കേൾക്കുമ്പോ എന്നെയാണോ ആ മുസ്ലിയാര് പറയുന്നത്, എന്നെയായിരിക്കോ ആ ഉസ്താദ് പറയുന്നത്, ഈ ഒരു ചിന്ത ചിലപ്പോ എന്നെ തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ചില ആളുകൾക്കൊക്കെ വന്നു പോയേക്കാം. ഞാൻ ആദ്യമേ ക്ഷമ ചോദിച്ചുകൊണ്ട് ആരാണ് അയൽവാസികൾ എന്നുള്ള ഒരു വിഷയം ഞാനിവിടെ സംസാരിക്കുമ്പോ ഈ മഹല്ലിലുള്ള ആരെക്കുറിച്ചും ബന്ധപ്പെട്ട എന്റെ 2-3 പ്രവർത്തകരൊഴിച്ച് ഈ കൂടിയ നിങ്ങളെ എനിക്ക് പരിചയമില്ല. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് അയൽവാസികളോട് തെറ്റി നടക്കുന്നത്, ആരൊക്കെയാണ് നല്ലത് ചമഞ്ഞ് നടക്കുന്നത് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഈ വിഷയം പറയുമ്പോ പല നിസ്കരിക്കുന്നവരുടെയും മനസ്സ് തെറ്റിപ്പോകും. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഒരുപാട് ആബിദീങ്ങൾ നല്ല നിസ്കാരക്കാരാണ്, പുറത്തിറങ്ങിയാൽ പള്ളിയുമായി ബന്ധമുള്ളവരാണ്, പള്ളിയിൽ നിന്ന് തീരെ ഇറങ്ങുകയില്ല, എപ്പോഴും എഴുത്തിക്കാഫിരിക്കുക തോന്നിപ്പോകും. പക്ഷേ അയൽവാസികളോടൊന്നും മിണ്ടുകയില്ല. വർഷങ്ങളായി മാസങ്ങളായി അയൽവാസികളോട് പിണങ്ങി നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അയൽപ്പക്കക്കാരോട് വല്ലാതെ പിണങ്ങി നടക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ മഹത്തുക്കൾ പഠിപ്പിച്ചത് എന്റെ വകയായി നാട്ടുകാരെ ഒന്നും പറയുകയില്ല. ഈ പറച്ചിൽ ആർക്കെങ്കിലും കൊള്ളുമെങ്കിൽ
അത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മോശമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരിക്കലും നിങ്ങളെ കുത്തിപ്പറഞ്ഞതോ നിങ്ങളെ തോണ്ടിപ്പറഞ്ഞതോ ആയിരിക്കില്ല എന്ന് ഈ വിഷയമായതുകൊണ്ട് ആമുഖത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു അടിമകളോട് പറഞ്ഞു, നിങ്ങൾ പടച്ച റബ്ബിനെ ആരാധിക്കണം. വഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ പങ്കുകാരെ ശിർക്ക് നിങ്ങൾ ചെയ്തു പോകരുത്, പങ്കുകാരെ ചേർത്തു പോകരുത്. നിങ്ങൾ ഒരിക്കലും തന്നെ ശിർക്കിന്റെ ഭാഗത്തേക്ക് റബ്ബിനെ കൊണ്ട് ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കുകാരാക്കി പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അള്ളാഹു അടിമകൾക്ക് കൊടുത്തത്. പിന്നെ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളെ പ്രസവിച്ച ഉമ്മാക്കും നിങ്ങളെ വളർത്തുന്ന പിതാവിനും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. പിന്നെ പറയുന്നു വബിദിൽ ഖുർബ, കുടുംബങ്ങൾക്ക്, വൽ യതാമാ വൽ മസാകീൻ, പാവപ്പെട്ട യതീമക്കളും മിസ്കീന്മാർ, അവർക്കൊക്കെ നിങ്ങൾ ഗുണം ചെയ്യാം. യതീമക്കൾക്ക് നിങ്ങൾ നന്മയെ ചെയ്യാവൂ. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരു യതീമിന് കിട്ടുന്ന ഭക്ഷണം മുടങ്ങിപ്പോകരുത്. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരു യതീമിന് കിട്ടുന്ന ഒരു ഗ്ലാസ് ചായ പോലും മുടങ്ങിപ്പോകരുത്. പാവപ്പെട്ട ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്ക്, സാധുക്കൾക്ക് നിങ്ങൾ തുണയാവണം. സാധുക്കൾക്ക് നിങ്ങൾ തണലാവണം. പാവങ്ങളുടെ അത്താണിയാവണം. ഒരിക്കലും പാവങ്ങൾ നിങ്ങൾ കാരണമായി അല്ലാഹ് എന്ന പാവങ്ങൾ വിളിച്ചു കരയുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പോകരുത്. എന്നിട്ട് പറയുന്നു വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി അയൽ ഖരീബി മിൻക ഫിൽ ജിവാരി വൻ നസബി, അയൽപക്കത്തും തറവാടുപരമായും നിങ്ങളോട് അടുത്ത ആളുകൾ, അടുത്ത അയൽപ്പക്കക്കാർ, വൽ ജാരിൽ ജുനുബ്, വിട്ടുകിടക്കുന്ന അയൽപ്പക്കക്കാർ, അയൽ ബഈദ് മിൻക ഫിൽ ജിവാരി വൻ നസബ്. അപ്പൊ അടുത്തവർക്കും വിട്ടവർക്കും നിങ്ങൾ ഗുണം ചെയ്യും. അല്ലാഹു തആല നിങ്ങൾ റബ്ബിന് ശിർക്ക് ചെയ്യരുതെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു. കൂട്ടത്തിൽ മാതാപിതാക്കളെ, കുടുംബങ്ങളെ, യതീമക്കളെ, പാവങ്ങളെ കൂട്ടത്തിൽ പറയുന്നു. നിങ്ങൾ അയൽവാസികൾ, അയൽവാസികളെ കുറിച്ച് പറയുമ്പോ ആരോ ആവട്ടെ, മുസ്ലിമെന്നോ ഹൈന്ദവരെന്നോ ക്രൈസ്തവരെന്നോ പാവപ്പെട്ടവരെന്നോ മുതലാളിയെന്നോ അങ്ങനെ വ്യത്യാസമില്ല. എല്ലാവർക്കും നിങ്ങൾ ഗുണം ചെയ്യുക. അയൽവാസികൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. ഇത് അള്ളാഹു പറഞ്ഞുവെങ്കിൽ ആരാണ് നമ്മുടെ അയൽവാസികൾ എന്ന ഒരു ഗഹനമായ വിഷയം ഒരുപാട് ഉമ്മമാർക്ക് പൊള്ളിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധാരാളം ഉമ്മമാരുടെ നെഞ്ചത്ത് തട്ടുന്ന ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല നിസ്കാര താമ്പ് വെച്ച ഉമ്മമാർ അയൽവാസികളോട് പിണങ്ങി നടക്കുന്നവരുണ്ട്, പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല ഹാജിമാർ ജീവിതത്തിൽ അടുത്ത കാലത്തായി അയൽപ്പക്കത്തെ വീട്ടിലൊരു കല്യാണത്തിന് പോലും പോകാത്ത, പങ്കെടുക്കാത്ത ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്, അല്ല പുറത്തുണ്ട്. ഈ സദസ്സിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ, പുറത്തുണ്ട്. ഏതായിരുന്നാലും വിഷയം ഞാൻ പരത്തി പറയും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യുക്രിം ജാറ, അവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ, അയൽവാസികളോട് ബഹുമാനം കാണിക്കട്ടെ, അയൽവാസികളോട് ആദരവ് കാണിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യുക്രിം ലൈഫ, വിരുന്നുകാരോടും ആദരവ് കാണിക്കണം. വീട്ടിലേക്ക് വിരുന്നു വരുന്ന ആളെ മുഖം കറുപ്പിച്ച് പെരുമാറരുത്, വിരുന്നുകാരോട് സ്നേഹത്തിൽ വർത്തിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഈ രണ്ട്, ഒരായത്തും ഒരു ഹദീസും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച് ഈ വിഷയം തുടങ്ങുകയാണ്. അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ വരുന്ന ശിക്ഷ. അയൽവാസികളെ, അവരോട് പിണങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അവരോട് സ്നേഹമില്ലാതെ നടക്കുന്നവർക്ക് അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ആ ഭാഗങ്ങളൊക്കെ പറയുമ്പോ വല്ലാതെ മനസ്സ് പൊട്ടിപ്പോകും. റസൂലുള്ള പറഞ്ഞു, ഒരിക്കൽ സ്വഹാബികളെ
ഇരിക്കുന്നു. സ്വഹാബത്തിന്റെ സദസ്സിൽ എഴുന്നേറ്റുകൊണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അവൻ മുഅ്മിനല്ല. 3 പ്രാവശ്യം ഈമാനുള്ള പിതാക്കളെ, സ്വർഗത്തിൽ പാറിക്കളിക്കാൻ കൊതിക്കുന്ന സഹോദരങ്ങളെ, മാത്രമല്ല ഈമാനോടുകൂടെ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായം ചെന്ന പിതാക്കളോട്, എന്റെ നല്ലവരായ ഉമ്മമാരോട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നു, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവൻ മുസ്ലിമല്ല, ഒരിക്കലും അവൻ മുഅ്മിനല്ല, ഒരിക്കലും അവൻ മുഅ്മിനാവുകയില്ല. സ്വഹാബത്താകെ ധരിച്ചുപോയി. ഖീല യാ റസൂലല്ലാഹ്, നബിയേ ലഖദ് ഖാബ വ ഖസറ. ആരെക്കുറിച്ചാണോ അങ്ങ് പറയുന്നത് അവൻ വല്ലാത്ത നഷ്ടകാരിയാണല്ലോ നബിയേ, അവൻ വലിയ നഷ്ടകാരിയാണ്. ലഖദ് ഖാബ വ ഖസറ മൻ ഹുവ യാ റസൂലല്ലാഹ്. ആരാണ് ആ മുഅ്മിനാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞവൻ? ആരാണ് നബിയേ? റസൂലുള്ളാഹിന്റെ മറുപടി, മൻ ലാ യുഅ്മനു ജാറുഹു ബവാഇഖഹു. ആരാണെന്നറിയോ? ഒരു മനുഷ്യൻ അവന്റെ അയൽവാസി അവന്റെ ശർറിനെ തൊട്ട് വിശ്വസ്തനല്ല. അവന്റെ അയൽവാസിക്ക്, അവന്റെ അയൽവാസി ഈ മനുഷ്യനെ തൊട്ട് വിശ്വസ്തനല്ല. ഇവനെക്കുറിച്ച് അവൻ പേടിയിലാണ് കഴിയുന്നത്, വിഷമത്തിലാണ് കഴിയുന്നത്, എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന അയൽവാസിയാണ്. എന്നാൽ ഈ മനുഷ്യൻ ലാ യഉമനു ജാറുഹു ബവാഇഖഹു. ഖാലു വമാ ബവാഇഖഹു ഖാല ശർറുഹു. റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ അയൽപക്കത്തുള്ളവന് ഞാനൊരു ശർറാണ് എങ്കിൽ, ഞാനൊരു ബുദ്ധിമുട്ടുള്ളവനാണ് എങ്കിൽ, അവർ എന്നെ കൊണ്ട് വേദനിക്കുന്നുവെങ്കിൽ, വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണ് സത്യം, അവൻ മുഅ്മിനല്ല. ഇത് റസൂലുള്ളാഹി പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. ഇത് തമാശകൾ പറഞ്ഞ് കൂട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉമ്മമാരെ മാറി നിൽക്കേണ്ട ഒരു വിഷയമല്ല. അതൊന്നും എന്നെ കുറിച്ചാവില്ല, എന്നെ കുറിച്ചാ ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ നഫ്സിനോടും ചിലത് പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി ഇത്ര ശക്തിയായി പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, മൻ ആദാ ജാറഹു ഫഖദ് ആദാനി. ആരാണ് അവന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നത് അവൻ എന്നെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ആരാണ് അയൽവാസിയെ ചീത്ത പറയുന്നത് അവൻ എന്നെയാണ് ചീത്ത പറയുന്നത്. ആരാണ് അയൽവാസിയോട് പിണങ്ങി നടക്കുന്നത് അവൻ എന്നയോടാണ് പിണങ്ങി നടക്കുന്നത്. വമൻ ആദാരി ഫഖദ് ആദല്ലാഹ്. ആരെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ ഫഖദ് ആദല്ലാഹ്, അവൻ യജമാനനായ റബ്ബിനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്, അവൻ യജമാനനായ റബ്ബിനോടാണ് കളിക്കുന്നത്. വമൻ ഹാറബ ജാറഹു ഫഖദ് ഹാറബനി വമൻ ഹാറബനി ഫഖദ് ഹാറബല്ലാഹ്. അയൽവാസികളോട് കളിക്കരുത്, അയൽവാസിയോട് യുദ്ധത്തിനൊരുങ്ങരുത്, അയൽവാസിയോട് പോരിനൊരുങ്ങരുത്, അയൽവാസികളോട് പിണക്കത്തിനൊരുങ്ങിപ്പോകരുത്. അയൽപ്പക്കത്തുള്ള ആരോടും, അയൽവാസികൾ ആരോ ആവട്ടെ, അവിടെ മനസ്സ് വെട്ടിക്കരുത്. യജമാനനായ റബ്ബിനോടാണ് കളിക്കുന്നത് എന്നോർത്തുകൊള്ളണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഈ ഒരു വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അയൽവാസികളോട് കളിക്കുന്നവൻ, അയൽപ്പക്കക്കാരെ ബുദ്ധിമുട്ടിക്കുന്നവൻ, അത് റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കുന്നവനാണ് എന്ന് സ്വഹീഹായ ഹദീസിലൂടെ കാരുണ്യത്തിന്റെ നേതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വത്തിൻ. റസൂലുള്ളാഹ് ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. ഫഖാല ലാ യസ്ഹബുനാ മൻ ആദാ ജാറഹു. റസൂലുള്ളാഹി സ്വഹാബികളിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ്, ആരെയാണ് റസൂലുള്ളാഹിന്റെ കൂടെ കൊണ്ടുപോകാൻ നല്ലത്, ആരെയാണ് റസൂലുള്ളാഹിക്ക് കൊണ്ടുപോകേണ്ടത്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പോകുന്നു. ആ സമയത്ത് കാരുണ്യത്തിന്റെ നേതാവ് അവിടുന്ന് ചോദിക്കുന്നു,
ലാ യസ്ഹബുനാ മൻ ആദാ ജാറഹു. അയൽവാസിയെ ബുദ്ധിമുട്ടിച്ച, അയൽപ്പക്കക്കാരെ വെറുപ്പിച്ച, അയൽവാസികളോട് വെറുപ്പ് കാണിച്ച ആരും ഞങ്ങളുടെ കൂടെ വരരുത്, ഞങ്ങളുടെ കൂടെ പോരരുത്, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യരുത്. ഫഖാല റജുലുൻ മിനൽ ഖൗം, റവാഹു ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഫഖാല റജുലുൻ മിനൽ ഖൗം, ആ സമയത്ത് ആ ഖൗമിൽ നിന്ന് ജനതയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അന ബുൽതു ഫീ ഹാഇതി ജാരി, നബിയേ, എന്റെ അയൽവാസിയുടെ വീടിന്റെ ചുമരിന്റെ പരിസരത്ത്, എന്റെ അയൽവാസിയുടെ ചുമരിൽ ഞാൻ മൂത്രമൊഴിച്ചു നബിയേ. എന്റെ അയൽവാസിയുടെ വീടിനോട് ചേർന്നിട്ട് ഞാൻ മൂത്രമൊഴിച്ചു, എന്റെ അയൽപ്പക്കക്കാരുടെ വീടിനോട് ചേർന്നുകൊണ്ട് ഞാൻ മൂത്രമൊഴിച്ചു. അത് അവരെ ബുദ്ധിമുട്ടിക്കലല്ലേ? ഞാൻ മൂത്രമൊഴിച്ചു പോയി. റസൂലുള്ള പറഞ്ഞു, ഫഖാൽ ലാ തസ്ഹബിനാ, ഞങ്ങളുടെ കൂടെ വരണ്ട, ഞങ്ങളുടെ കൂടെ വരരുത്. സ്വഹാബത്തിനെ അമ്പരപ്പിച്ചു പോയൊരു ഉപദേശമായിരുന്നു. സ്വഹാബത്തൊക്കെ നെട്ടിപ്പോയി. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മനുഷ്യ മക്കൾക്ക് മാതൃകയായി സ്വഹാബത്തിന്റെ മുന്നിൽ റസൂലുള്ള വരച്ചു കാണിക്കുന്നു. അയൽവാസികളുടെ വീടിന് നേരെ, അയൽപ്പക്കക്കാരുടെ വീടിന്റെ ചുമരിലേക്ക് മൂത്രമടിച്ചവൻ, ചുമരിലേക്ക് മൂത്രമടിച്ചവൻ ഞങ്ങളുടെ കൂടെ നടക്കരുത്, ഞങ്ങളുടെ കൂടെ വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഒരിക്കലും തന്നെ ഗൗരവമറിയാതെ വിട്ടുപോകുന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയൽവാസികൾക്ക് ഇത്ര പദവിയുണ്ടോ? അയൽവാസികൾക്ക് ഇസ്ലാം എന്ത് സ്ഥാനം കൊടുക്കുന്നു? അയൽവാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന പദവി, അമ്പിയാക്കൾ കൊടുക്കുന്ന പദവി, സ്വഹാബത്ത് കൊടുത്തുപോയ പദവി, സ്വഹാബത്ത് കാണിച്ചുപോയ പദവി. പക്ഷേ പലപ്പോഴും മുസ്ലിമീങ്ങളായ നമ്മൾ അടുത്ത കാലത്തായി മറന്നുപോകുന്നു. മുൻഗാമികളായ നമ്മുടെ പിതാക്കളൊക്കെ ആ ഭാഗം ഊന്നി ജീവിച്ചവരാണ്, വല്ലാതെ ശ്രദ്ധിച്ചവരാണ്. അയൽപ്പക്കത്തുള്ള വീട്ടിലേക്കൊരു പൂച്ച പോയാൽ, അയൽപ്പക്കത്തെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ പൂച്ച കാരണമായ ഒരു എലി പോയാൽ ചെന്നുകൊണ്ട് കണ്ണീരൊടുക്കി അയൽപ്പക്കക്കാരുടെ കൈപ്പിടിച്ച് സലാം ചൊല്ലിക്കൊണ്ട് പൊരുത്തപ്പിടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള എലിയെങ്ങാനും അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയി എന്നറിഞ്ഞാൽ ആ വീട്ടുകാർ അയൽപ്പക്കക്കാരോട് ചെന്ന് പൊരുത്തപ്പിടിക്കുന്നു, കരഞ്ഞുകൊണ്ട് പൊരുത്തപ്പിടിക്കുന്നു. ഇന്ന് അങ്ങനെയുള്ള രംഗമുണ്ടോ? അയൽവാസികളോട് എത്ര ബന്ധമുണ്ട്. ഇവിടെ വെള്ളം, ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാൽ അയൽവാസികൾക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതാണ് പണ്ടുള്ള സ്നേഹം. അള്ളാഹു നിഅമത്ത് കൊടുത്തപ്പോ, നല്ല വാർപ്പ് വീടുകൾ കൊടുത്തപ്പോ അയൽപ്പക്കത്തേക്ക് ഒരിക്കലും കിടക്കരുതെന്ന് പറഞ്ഞ വലിയ ചുമരുകൾ, വലിയ മതിലുകൾ സ്ഥാപിച്ചു പോയി. തൊട്ടയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഒരു നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ മതിലുകൾ സ്ഥാപിച്ചു പോയി. എന്താണ്? അവിടുന്ന് ഇങ്ങോട്ടുമില്ല സ്നേഹം, ഇവിടുന്ന് അങ്ങോട്ടുമില്ല. അയൽപ്പക്കക്കാർ അവർ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ അവർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കണം. അക്രിം ജാറക, നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണം. വലൗകാന കാഫിറ, പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, അവരൊരു അമുസ്ലിമാണെങ്കിലും ശരി, അമുസ്ലിമായ മനുഷ്യനാണെങ്കിലും, ഒരു ക്രൈസ്തവനാണെങ്കിലും, ജൂതനാണെങ്കിലും, ഒരു ഹൈന്ദവനാണെങ്കിലും ശരി, ആദരവ് കാണിക്കണം, അവനാണ് മുസ്ലിം. അയൽവാസികളുടെ ബഹുമാനം കാണിക്കണം, അവനാണ് മുസ്ലിം. അവനാണ് മുസ്ലിം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ കണ്ടോ എന്റെ സഹോദരങ്ങളെ, അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ വരുന്ന ശിക്ഷയെക്കുറിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബിഹി മാ തഖൂലൂന ഫിസ്സിനാ, സ്വഹാബികളെ, വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? റസൂലുള്ള സ്വഹാബികളോട് പറയുന്നു, വ്യഭിചരിക്കുന്ന മനുഷ്യനെ എറിഞ്ഞുകൊല്ലണമെന്ന് പഠിപ്പിച്ച നേതാവായ നബി തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നു, മാ തഖൂലൂന ഫിസ്സിനാ, വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ എന്ത് പറയുന്നു? ഉടൻ തന്നെ സ്വഹാബികളുടെ മറുപടി, ഹറാമുൻ ഹറമഹുല്ലാഹു വറസൂലുഹു, നബിയേ, തനിച്ച ഹറാമാണ്, അല്ലാഹു അതിനെ ഹറാമാക്കി, അവന്റെ റസൂലും ഹറാമാക്കി. ഫഹുവ ഹറാം ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ അത് ഹറാമാണല്ലോ നബിയേ. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, എന്റെ സ്വഹാബികളെ,
ലഅൻ യസ്നിയ الرجل بعشرة نسبة أيسر عليه من أن يزني بامرأة جاره. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്, ലഅൻ യസ്നിയ الرجل بعشرة نسبة, ഒരു മനുഷ്യനെങ്ങാനും 10 പെൺകുട്ടികളെ വ്യഭിചരിച്ചു, 10 സ്ത്രീകളെ വ്യഭിചരിച്ചു, ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിംറഅത്തി ജാരിഹി, എന്നാൽ അതിനേക്കാളും വലിയ ശിക്ഷയാണ് ഒരു മനുഷ്യൻ അയൽപ്പക്കത്തുള്ളവന്റെ ഭാര്യയെ അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ളവന്റെ പെങ്ങളെ, അയൽപ്പക്കത്തുള്ള ഒരു പെണ്ണിനെ വ്യഭിചരിച്ചാൽ ഈ 10 പെൺകുട്ടികളെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാണ് ഈ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്നത്. 10 പെൺകുട്ടികളെ വ്യഭിചരിക്കുന്നതിന്റെ 10 ഇരട്ടി ശിക്ഷ അല്ലാഹു തആല അയൽവാസിയായ പെണ്ണിനെ, ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്തുന്നവന് പടച്ച റബ്ബ് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട്, സുമ്മ ഖാല, പിന്നെ നബി തങ്ങൾ ചോദിച്ചു പോയി ഈ സ്വഹാബികളോട്, മാ തഖൂലൂന ഫിസ്സരിഖ, സ്വഹാബികളെ കളവ് നടത്തുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കളവ് നടത്തുന്നതിന്റെ വിധി എന്താണ്? ഖാലൂ ഹറാം, നബിയേ അതും ഹറാമാണല്ലോ. ഹറമഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും അത് മുസ്ലിമീങ്ങൾക്ക് ഹറാമാക്കി കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിൽ കളിക്കാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നവർ കട്ടുപോകരുത്, ഒരു പൈസ പോലും കട്ടുപോകരുത്, ഒന്നും തന്നെ കട്ടുപോകരുത്. ഒരിക്കലും അയൽപ്പക്കത്തുള്ളവന്റെ ഒരു ചേർപ്പ് പോലും കട്ടുപോകരുത്. അയൽപ്പക്കത്തുള്ളവന്റെ തെങ്ങിൽ നിന്ന് വീണുപോയ ഒരു തേങ്ങ പോലും സമ്മതമില്ലാതെ എടുത്തു പോകരുത്, അത് തനിച്ച ഹറാമാണ് എന്ന് പറഞ്ഞപ്പോ ഫഹിയ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, റസൂലുള്ളാഹിന്റെ മറുപടി ഫഖാല ലഅൻ യസ്രിഖ الرجل من 10 أبيات, 10 വീടുകളിൽ നിന്ന് കക്കുന്നതുണ്ടല്ലോ. പ്രിയപ്പെട്ട സ്വഹാബികളെ, 10 വീടുകളിൽ നിന്ന് ഒരു മനുഷ്യനെങ്ങാനും കക്കുന്നതും അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നൊരു ഓല കക്കുന്നതും നോക്കിയാൽ ഈ ഓല കക്കുന്നവനാണ് അയൽപ്പക്കത്തുള്ള വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കക്കുന്നവനാണ്. ഒരു ഗ്ലാസ് കക്കുന്നവൻ അല്ലെങ്കിൽ ഓരെടുക്കുന്നവൻ, ഒരു തേങ്ങ കക്കുന്നവന് ഈ 10 വീടുകളിൽ നിന്ന് കക്കുന്നവനേക്കാൾ വലിയ ശിക്ഷയുണ്ട്. എന്താണ് എന്റെ സഹോദരങ്ങളെ ഹദീസ് പഠിപ്പിച്ചത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ലഅൻ യസ്രിഖ الرجل من 10 أبيات أيسر من أن يسرق من بيت جاره. അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് ഒരു വസ്തു എടുക്കുന്നതും മറ്റു വീടുകളിൽ നിന്ന് 10 വീടുകളിൽ നിന്ന് വലിയ വസ്തുക്കൾ എടുക്കുന്നതും ആ 10 വീടുകളിൽ നിന്ന് കക്കുന്നതിനേക്കാളും വലിയ ശിക്ഷ ഈ മനുഷ്യനാകുന്നു. കാരണം അയൽവാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അയൽവാസികളുടെ വസ്തു നമ്മുടെ വസ്തുവായി കരുതണം. ഒരിക്കലും കക്കാനോ നശിപ്പിക്കാനോ, അയൽവാസികളുടെ കൃഷി നശിപ്പിക്കാനോ, അയൽവാസികൾക്ക് സെഹർ ചെയ്യാനോ, അയൽവാസികൾ നശിക്കാൻ വേണ്ടി കൊതിക്കാനോ, അയൽവാസികളെ കുറിച്ച് മറ്റുള്ളവരോട് ചെന്ന് കുറ്റം പറയാനോ, അയൽപ്പക്കത്തുള്ളവരെ കുറിച്ച് മറ്റുള്ളവരോട് ഗീബത്ത് പറഞ്ഞു കൊടുക്കാനോ ഒന്നിനും പാടില്ല. മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുന്നതിന്റെ 10 ഇരട്ടി ശിക്ഷയാണ് അയൽവാസികളെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ. ഈ ഭാഗം ഇന്ന് മുസ്ലിമീങ്ങൾ സാധാരണ ചിന്തിക്കാതെ പോകുന്ന, എല്ലാവരെ കുറിച്ചല്ല, ചില ആളുകളൊക്കെ അയൽവാസികളുടെ ഗൗരവം മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തെ അങ്ങനെ വൃത്തിയാക്കും, നമ്മുടെ ശരീരത്തെ നമ്മുടെ ഭാഗത്തെ വൃത്തിയാക്കി പറയും ഞാൻ അങ്ങനൊന്നുമില്ല. അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴേ പല ആളുകളുടെയും നെഞ്ചത്തേക്ക് കൊള്ളുകയുള്ളൂ, പല ആളുകളുടെയും ഹൃദയത്തിൽ തട്ടുകയുള്ളൂ. ഞാനടക്കമുള്ള എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, ഞാൻ നിങ്ങളെ മാത്രമല്ല എന്നെ കുറിച്ചുമാണ് പറയുന്നത്. നമ്മളൊക്കെ പാവങ്ങളാണ്, നാമൊക്കെ സാധുക്കളാണ്. എപ്പോഴാണ് മരിക്കുക എന്നൊരു പിടുത്തമില്ല. ഏത് സമയത്ത് എവിടെയാണ്, ഏത് സ്ഥലത്താണ്. ഈമാനോടുകൂടെ മരിക്കുമോ, വെള്ളം കിട്ടി മരിക്കുമോ? ആരാണ് നമുക്ക് വെള്ളം നൽകാനുള്ളത്? ഒരു വേള അയൽവാസിയായിരിക്കുമോ? നമ്മുടെ ജനാസ എടുക്കുന്നത് അയൽവാസിയായിരിക്കില്ലേ? സക്രാത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ പിണങ്ങി നടക്കുന്ന അയൽവാസിയല്ലേ നമുക്ക് വെള്ളം നൽകുന്നത്? എന്തിന് പറ്റും മുസ്ലിമീങ്ങളെ?
ഒരിക്കലും തന്നെ അയൽവാസികളെ വിട്ടുകൊണ്ടുള്ള, അയൽവാസികളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പരിപാടിയും നമ്മുടെ വീട്ടിൽ നടത്തരുത്. എന്തൊരു ചെറിയ വേദിയുണ്ടോ, ഒരു കല്യാണ സദസ്സുണ്ടോ, ഒരു മൗലിദ് സദസ്സുണ്ടോ, അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നവരാണോ, അയൽവാസികളെ അവരോട് സന്തോഷമായി ഈ വിഷയങ്ങളൊക്കെ പ്രകടിപ്പിച്ച് അവരുമായി ബന്ധം സ്ഥാപിച്ച് അവർ മുഖേനയല്ലാതെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരോട്, ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളോട് ഒരു കാര്യം നബി തങ്ങൾ ഓതി കേൾപ്പിച്ച സ്വഹാബത്തിന്റെ മുന്നിൽ ഓതിക്കൊടുത്ത ഒരു ഹദീസാണ് ഉമ്മമാരോട് വായിക്കുന്നത്, ഉമ്മമാരുടെ മുന്നിൽ വായിക്കുന്നത്. ഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ ഇന്ന ഫുലാന തദ്കുറു മിൻ കസറത്തി സ്വലാത്തിഹാ വസദഖത്തിഹാ വസിയാമിഹാ, ഒരു പെണ്ണതാ ഓർത്തുപോവുകയാണ്, ധാരാളം നിസ്കരിച്ച മഹിമ പറയുന്നു, ഒരുപാട് സ്വതക്ക ചെയ്യുന്ന പെണ്ണാണ്, അതുപോലെ വസിയാമിഹാ, സുന്നത്ത് നോമ്പുകൾ ഒഴിവാക്കുന്നില്ല, വെള്ളി വ്യാഴാഴ്ച ദിവസത്തെ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പുകൾ ഒഴിവാക്കാത്ത പെണ്ണാണ്, ആബിദത്താണ്, നഫീസത്തുൽ മിസ്രിയത്തോടെയുള്ള മഹദി, ആ മഹദിമാരെ പോലെയുള്ള ഒരു പെണ്ണാൻ. അവിടുന്ന് സ്വന്തം ഖബറ് കുടിച്ചു വെച്ച് ആയിരക്കണക്കിന് ഖത്തം ഓതി തീർത്ത മഹദി, ആ നിലക്ക് ഖത്തം ഓതുന്ന, ഖുർആൻ ഓതുന്ന, ധാരാളം നിസ്കരിക്കുന്ന, ഒരുപാട് സ്വതക്കകൾ ചെയ്യുന്ന ഒരു പെണ്ണാണ് നബിയേ. പക്ഷേ ഗൈറ അന്നഹാ തുദി ജീറാനഹാ ബിലിസാനിഹാ, കാരുണ്യത്തിന്റെ നേതാവിനോട് വന്ന ഒരു ചെറുപ്പക്കാരൻ പറയുന്നത്, നബിയേ ഗൈറ അന്നഹാ, ഇതൊക്കെ അവൾക്ക് പറയാമെങ്കിലും, ഇതെല്ലാം പറയാൻ പറ്റുന്നവളാണെങ്കിലും ആ പെണ്ണ് തുദി ജീറാനഹാ, അവളുടെ അയൽവാസിയെ അവൾ ബുദ്ധിമുട്ടിക്കുന്നു, അയൽപ്പക്കത്തുള്ള ഉമ്മമാരെ ചീത്ത പറയുന്നു, അയൽപ്പക്കത്തുള്ളവരുടെ ചെറിയ കുട്ടികളോട് ഗൗരവസ്വരത്തിൽ പെരുമാറുന്നു. ആ നിലക്കുള്ള ഒരു പെണ്ണാണിത്. നിസ്കരിക്കുന്ന, നോമ്പ് പിടിച്ച, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന നല്ല പെണ്ണാണ്. അയൽപ്പക്കത്തെ കുട്ടികളോട് വെറുപ്പമാണ്, അയൽപ്പക്കത്തെ കുട്ടികളോട് ആട്ടിവിടുന്ന പെണ്ണാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി, ഖാല ഹിയ ഫിന്നാർ, എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ഇത് പറഞ്ഞപ്പോ ഒരു മിനിറ്റ് പോലും പാടാക്കാതെ എപ്പോഴും ദിക്റുകളും നിസ്കാരവും തഹജ്ജുദ് പോലും ഒഴിവാക്കാത്ത ഉമ്മയാണ്. നബിയേ അയൽപ്പക്കക്കാരെ കണ്ടുകൂടാ എന്ന് പറഞ്ഞപ്പോ ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. മുസ്ലിമേ, ആ പെണ്ണ് നരകത്തിലാണ്, ആ പെണ്ണ് സ്വർഗത്തിൽ കിടക്കുകയില്ല. ആ സമയത്ത് സ്വഹാബി നബി തങ്ങളോട് വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാന തദ്കുറു മിൻ ഖില്ലത്തി സ്വലാത്തിഹാ വസിയാമിഹാ ഗൈറ അന്നഹാ തതസദ്ദഖു ബിൽ അസ്വാരി മിനൽ അഖ്തി വലാ തുദി ജീറാനഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മനുഷ്യൻ തന്നെ ചോദിക്കുന്നു, നബിയേ, എങ്കിൽ ഒരു പെണ്ണ് കാര്യമായി നിസ്കരിച്ചിട്ടില്ല, ഫർദ് നിസ്കാരം മാത്രം നിർവഹിക്കുന്നു, റവാത്തിബ് സുന്നത്തുകൾ മുഴുവനും എടുക്കാൻ കഴിയുന്നില്ല എന്നവൾ പറയുന്നു, മറ്റു സുന്നത്തുകൾ അധികരിപ്പിക്കുന്നില്ല, സുന്നത്ത് നോമ്പുകൾ ധാരാളം പിടിക്കുന്നില്ല, അങ്ങനത്തെ പെണ്ണാണ് എങ്കിലും ലാ തുദി ജീറാനഹാ, ആ പെൺകുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. അയൽവാസികളിൽപ്പെട്ട സ്വന്തം വീടിന്റെ ചാരത്ത് നിൽക്കുന്ന വീട്ടുകാരോട് ഒരു വെറുപ്പും കാണിക്കുന്നില്ല, അയൽപ്പക്കക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ പെണ്ണ് പറയുന്നു, നബിയേ, അയൽവാസികളോട് ഇന്ന് വരെ പിണങ്ങിയിട്ടില്ല, അയൽവാസികളോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. നബി തങ്ങളുടെ മറുപടി, ഖാല ഹിയ ഫിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ്. സ്വഹാബാ, നല്ല നിസ്കാരമുള്ള, ധാരാളം നിസ്കരിക്കുന്ന എന്റെ ഉമ്മമാരെ, ഒരുപാട് നിസ്കാരമുണ്ട്, സക്കാത്ത് കൊടുക്കുന്നു, കഴിവുള്ളവര് നോമ്പ് പിടിക്കുന്നു, എല്ലാ സൽക്രമങ്ങളും ചെയ്യുന്നു. അയൽവാസികളോട് ഒരു സ്നേഹമില്ലാത്ത പെണ്ണ്, പ്രായം ചെന്ന ഉമ്മയാണ്, മുടിയൊക്കെ നരച്ചുപോയി,
മുടിയെല്ലാം നരച്ചുപോയി. പക്ഷേ എല്ലാം നരച്ചിട്ടെന്താ അയൽവാസികളോട് മിണ്ടൂല. അയൽവാസികളുടെ അരികിലേക്ക് സ്വന്തം ഭർത്താവെങ്ങാനും റോട്ടിൽ വെച്ച് അയൽപ്പക്കക്കാരോട് സംസാരിച്ചാൽ മുഖം കറുപ്പിച്ചുപോയി. റബ്ബർ ബന്ധ വായിലിട്ടതുപോലെ വെറുത്തുകൊണ്ട് ദിവസങ്ങളോളം ഭർത്താവിന്റെ മുഖത്ത് നോക്കാതെ നടക്കുന്ന എത്ര സ്ത്രീകളുണ്ടറിയോ, എത്ര ഉമ്മമാരുണ്ടറിയോ? എന്റെ സഹോദരി, അല്ലാഹുവാണ് വലിയവൻ. അവന്റെ കോടതിയിൽ വരും നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. ഒരു മുസ്ലിമത്തായ പെണ്ണാണോ അയൽവാസികളോട് മഹബ്ബത്ത് കാണിക്കണം, എന്നാൽ അവൾ സ്വർഗത്തിലാണ്. അയൽവാസികളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവൾ ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ സഹോദരിമാരെ, ഒരിക്കലും തന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ ധാരാളം പെൺകുട്ടികൾ ഇരുന്നു കൊണ്ട് ഒരു പേ നോക്കുന്ന സ്വഭാവമുണ്ട്. ഞങ്ങളുടെ രാജ്യത്തൊക്കെയുണ്ട്, ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ രാജ്യങ്ങളിൽ അയൽപ്പക്കത്തുള്ളവർ, അവർ വിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഏതെങ്കിലും ഒരു അയൽപ്പക്കത്തുള്ള അയൽവാസിയായ സഹോദരനെയോ സഹോദരിയെയോ ഉമ്മയെയോ ഉപ്പയെയോ അങ്ങനെ തിന്നുകളയും. ഇവരുടെ ജോലിയതാ. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ നാടുകൾക്ക് ഒരു സ്വഭാവമുള്ളതാണിത്. എന്നിട്ട് മറ്റുള്ളവരൊക്കെ തിന്നുക, അയൽപ്പക്കത്തുള്ളവൻ പരിസരക്കാരൊക്കെ കുറ്റം പറയുക, അവരെ കുറിച്ച് ഗീബത്ത് പറയുക. അല്ലാഹു മാപ്പ് തരില്ല ഉമ്മമാരെ. ഇത് ഉമ്മമാരോട് മാത്രമല്ല, അവരിവിടെ ഉള്ളത് കൊണ്ട് അവരോട് പറയുന്നെന്ന് മാത്രം. ഇരിക്കുന്ന പുരുഷന്മാരായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെത്ര നല്ല ഇസ്ത്രിയിട്ട വസ്ത്രം ധരിച്ച് നടന്നാലും, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നല്ല അഭിമാനത്തോടുകൂടെ നിസ്കാര ടാമ്പ് വെച്ച് നെറ്റിത്തടത്തിൽ വലിയ ടാമ്പ് വെച്ച് നടന്നാലും അയൽവാസികളോട് വെറുപ്പ് കാണിച്ച് നടക്കുന്നവൻ വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, അവനൊരു മൂമിനല്ല, അവനൊരു മുസ്ലിമാണെന്ന് പടച്ച റബ്ബിന്റെ കോടതിയിൽ പറയാൻ പറ്റില്ല. കണ്ടോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന രംഗം കാണാം. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ആരാണത് സ്വീകരിക്കാനുള്ളത്? 5 കാര്യങ്ങൾ ഞാൻ പറയും, ആരെങ്കിലും അത് സ്വീകരിക്കൂ? സ്വർഗത്തിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന സ്വഹാബികൾ പരിശുദ്ധമായ പവിത്രമായ മക്കയിൽ നിന്ന് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ, എനിക്ക് എന്റെ നേതാവ്, പ്രിയപ്പെട്ട നേതാവിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ട മുഹാജിറുകളായ സ്വഹാബികൾ, മുഹാജിരീങ്ങളായ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും വറദു അൻ, മുഹാജിരീങ്ങളും അൻസാരികളും അല്ലാഹു വരെ തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ മുഹാജിറുകളും അൻസാരികളുമായ സ്വഹാബികൾ അവരതാ അത്ഭുതത്തോടുകൂടെ യാ റസൂലല്ലാഹ്, അങ്ങെന്തു പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കുന്നവരാണല്ലോ നബിയേ. എന്താണ് അവിടെ നിന്ന് അങ്ങനെ ചോദിച്ചത്? സ്വഹാബത്തെ അതിന്റെ ഗൗരവം അതാണ്, ഗൗരവമുള്ള അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളത് അംഗീകരിക്കാതിരിക്കുമോ? അംഗീകരിക്കില്ലേ? ആ ഒരു സംശയമുള്ളത് കൊണ്ടല്ല ഞാൻ നിങ്ങളോടങ്ങനെ ചോദിച്ചത്. റസൂലുള്ള പറയുന്നു, മയ്യഖുദു അന്നി ഹാദിഹിൽ കലിമാത് ഫല്യഅമൽ ബിഹിന്ന ഔ യഅലമു മൻ യഅമലു ബിഹിന്ന, ആരാണ് ഞാൻ പറയാൻ പോകുന്ന ചില കലിമത്തുകൾ ആര് എന്നിൽ നിന്ന് സ്വീകരിക്കും? ആർക്കാണ് സ്വീകരിക്കാനുള്ള മനസ്സുള്ളത്? ഉടൻ തന്റെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിതം സമർപ്പിച്ചു പോയ, എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിലേക്ക് പോകാതെ നബിത്തങ്ങളുടെ ഓരം പറ്റി ജീവിച്ചു പോയ, മദീനത്തെ പള്ളി പതിവാക്കി പോയ ആ പ്രിയപ്പെട്ട സ്വഹാബി, മദീനത്തെ പള്ളിയിലെ മുദരിസാകാൻ ഭാഗ്യം ലഭിച്ചു പോയ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ടല്ലോ നബിയേ. അവിടുന്ന് 5 അല്ല 10 കാര്യം പറഞ്ഞാലും ഞാനുണ്ടല്ലോ നബിയേ. ഫഅഖദ ബിയദി,
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൈ റസൂലുള്ള പിടിച്ചു. ഫഅദ്ദ ഖംസൻ, 5 കാര്യത്തെ എണ്ണി പറഞ്ഞു. പുന്നാരമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ എണ്ണി പറയുന്നു. ഖാൽ ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. ഹറാമായ വസ്തുക്കളെ സൂക്ഷിക്കടേ. ഹറാമിലേക്ക് കാലെടുത്ത് വെക്കുന്നത്, ഹറാമിലേക്ക് നോക്കുന്നത്, ഹറാമിലേക്ക് നിങ്ങളുടെ കരങ്ങൾ നീട്ടുന്നതിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കടേ, സൂക്ഷിക്കടേ. ആ വിഷയത്തിൽ തഖ്വയുണ്ടാക്കടേ. എന്നാൽ തകുൻ, നിങ്ങളാകും അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആബിദാൻ. എല്ലാ ഹറാമുകളെ തൊട്ടും സൂക്ഷിക്കുന്നത്. ഹറാമായ നിലക്കൊന്നും കടിച്ചു പോകരുത്, ഹറാമായൊരു വസ്തു കുടിച്ചു പോകരുത്, ഹറാമായൊരു വസ്തു തൊട്ടുപോകരുത്. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ആബിദാൻ അത് നിങ്ങളായിരിക്കും. മാത്രമല്ല വറല്ല ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. അല്ലാഹു നിങ്ങൾക്ക് ഏത് വീടാണോ, പടച്ച റബ്ബ് നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ, ഏത് ജോലിയാണോ, എന്തൊരു ജീവിതമാണോ, അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുക. അതിമോഹം വേണ്ട. ഒരു വീടെടുത്താൽ അയൽപ്പക്കത്തെ വീട് ഇതിനേക്കാളും വലിപ്പമുണ്ട്, അതൊന്നും കൂടെ കൂട്ടണം. ചില സ്ത്രീകളുടെ സ്വഭാവമാണ് സാധുക്കളായ ഭർത്താക്കന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എപ്പോ കടത്തിൽ മുക്കിക്കുളിച്ച് പാവപ്പെട്ട സാധുവായ ഭർത്താവിനെ വേദനിപ്പിച്ച് അയൽവാസികൾക്ക് നല്ല വീടുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല വീട് വേണം. ഈ സാധുവിന് കടിയോ ഇല്ലേ, അതൊന്നും ഈ പെണ്ണിനറിയില്ല. ശുക്ർ കാണിക്കില്ല, ദയ കാണിക്കില്ല. ഭർത്താവ് കുടുങ്ങുമോ, ഭർത്താവ് കുടുങ്ങിയിട്ട് മറ്റുള്ളവരെന്റെ ഭർത്താവിനെ അടിക്കുമോ, കടക്കാര് വന്ന് എന്റെ ഭർത്താവിനെ ചീത്ത പറയുമോ, ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറെ സ്ത്രീകളുണ്ട്. ആരാണ് നമ്മുടെ ഭർത്താവ്, ആരാണ് നമ്മുടെ ഭർത്താവ് എന്നൊരു വിഷയം ഇതിൽ ഞാൻ പ്രഭാഷണം തന്നെ നടത്തിയിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരൊക്കെ അതൊന്ന് കേൾക്കുന്ന നല്ലതാണ്. ആരാണ് നമ്മുടെ ഭർത്താവ്? ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ, ഭർത്താക്കന്മാരെ വെറുപ്പിക്കാൻ പറ്റുമോ, അതൊരു വേറെ വിഷയമാണ്. ആ ഭാഗം നിങ്ങൾ കേൾക്കുന്ന നല്ലതാണ്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് വറല്ല ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. എന്നാൽ തകുൻ അഗ്നന്നാസ്, നിങ്ങളായിരിക്കും ഏറ്റവും നല്ല മുതലാളിമാർ, നിങ്ങളായിരിക്കും ആരോടും കൈ നീട്ടേണ്ടി വരാത്ത തകുൻ അഗ്നന്നാസ്, നല്ല വലിയായി മാറും, മുതലാളിയായി മാറും, സമ്പന്നനായി മാറും. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവുക. ഇത് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഉപദേശം കാരുണ്യത്തിന്റെ നേതാവ് പറയുന്നത്, അയാ അബാ ഹുറൈറ അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്തോ, നിന്റെ അയൽവാസിയോട് നീ ആദരവ് കാണിച്ചോ, നിന്റെ അയൽവാസിക്ക് നല്ല ഖൈർ നീ ചെയ്യണം. അയൽവാസി നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടി എന്ന് പറയരുത്. അയൽവാസിക്ക് നിന്നോടൊരു വെറുപ്പ് വരുന്ന ഒരു നോട്ടം പോലും നീ നോക്കിപ്പോകരുത്. എന്നാൽ തകുൻ മുഅ്മിനാ, നിന്നെ കുറിച്ചൊരു മുസ്ലിം എന്ന് പറയാം, അപ്പോഴേ നീ ഒരു മുഅ്മിനാകൂ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്നുവെങ്കിൽ, ഈമാനുള്ള ജ്യേഷ്ഠാനുജന്മാരെ, നമുക്കൊക്കെ ബാധകമല്ലേ ഇത്? ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. അയൽവാസിക്ക് ഗുണം ചെയ്താൽ ഒരു മുഅ്മിൻ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പറയാം. നാലാമതായി പറയുന്നു, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. വഅഹിബ്ബ, നിങ്ങൾ മഹബ്ബത്ത് പ്രിയം വെക്കണം. ലിന്നാസി, ജനങ്ങൾക്ക്, മാ തുഹിബ്ബു ലിനഫ്സിക, നിങ്ങൾക്ക് പ്രിയം വെക്കുന്നതിന്, നിങ്ങളുടെ ശരീരത്തിന് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ സുഹൃത്തിന് ഇഷ്ടപ്പെടണം. നിങ്ങളുടെ പെങ്ങളെ ചീത്ത പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ? എന്നാൽ നിങ്ങളുടെ അയൽവാസികളുടെ, നിങ്ങളുടെ സുഹൃത്തിന്റെ പെങ്ങളെയും ചീത്ത പറയരുത്. മാത്രമല്ല, നിങ്ങള് പഴയ വസ്തുക്കൾ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ? എന്നാൽ സുഹൃത്തിനത് കൊടുക്കരുത്, സുഹൃത്തിനത് വഞ്ചിക്കരുത് കൊടുത്തിട്ട്. മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഇഷ്ടപ്പെടുന്ന എന്തുണ്ടോ അതെല്ലാം അയൽവാസിക്ക് ഇഷ്ടപ്പെടുക. നിങ്ങളുടെ ശരീരത്തിൽ ഇഷ്ടപ്പെടാത്തതാണോ അത് അയൽവാസിക്ക് അത് കൊടുക്കാതിരിക്കും ചെയ്യാം. അത് മാനവീയാവട്ടെ, ദാത്തിയാവട്ടെ, അഥവാ ശാരീരികപരമായ വിഷയങ്ങൾ, മറ്റേത് കാര്യങ്ങളാവട്ടെ,
എന്നാൽ തക്കുൻ മുസ്ലിമാ, നീ ഒരു മുസ്ലിമാകുന്നതാ. ഒരിക്കലും അയൽവാസികളെ, ഒരിക്കലും തന്റെ സ്നേഹിതന്മാരെ കുറ്റം പറയുന്നത്, കുറ്റം പറയും നമുക്ക് ഇഷ്ടമുണ്ടോ? നമ്മുടെ കൂട്ടുകാരെയും കുറ്റം പറയരുത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത്. തക്കുൻ മുസ്ലിമാ. അഞ്ചാമതായി പറഞ്ഞു, വലാ തുക്സിരിൽ ലഹ്ക ഫഇന്ന കസറത്തുൽ ലഹ്കി തുമീതുൽ ഖൽബാ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തുക്സിരിൽ ലഹ്ക, നിങ്ങൾ ഒരിക്കലും തന്നെ ചിരി വർദ്ധിപ്പിക്കരുത്, നിങ്ങൾ പൊട്ടിച്ചിരിക്കരുത്. നിങ്ങൾ ചിരി വർദ്ധിപ്പിക്കുമ്പോ ഫഇന്ന കസറത്തുൽ ലഹ്കി തുമീതുൽ ഖൽബാ, അത് ഹൃദയത്തെ കൊന്നുകളയുന്നതാണ്. മഅദല്ലാഹ്. പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഈമാനുള്ള മുസ്ലിമീങ്ങളെ, ഇത് പറയാൻ ഞാൻ അർഹനല്ല. ഞാൻ കൊച്ചത്തിൽ ചിരിക്കുന്നവനും പൊട്ടിച്ചിരിക്കുന്നവനും ധാരാളം ചിരിക്കുന്നവനാണ്. എന്റെ ശരീരത്തോടടക്കം പറയുന്നു, ചിരി വർദ്ധിപ്പിക്കുന്നവൻ തുമീതുൽ ഖൽബാ, അത് ഹൃദയത്തെ ചത്ത് കൊന്നുകളയുന്നതാണ്. ആ ഹൃദയത്തിൽ ഒരിക്കലും തന്നെ ഖൗഫ് വരില്ല, അവിടെ തഖ്വ വരികയില്ല. ഒരിക്കലും അവിടെ വിജയത്തിന്റെ കവാടം ഹൃദയം കൊണ്ട് തുറക്കാൻ കഴിയുകയില്ല. ഈ 5 കാര്യം നിങ്ങൾ എന്നിൽ നിന്ന് പിടിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ അതിൽ 3-ാമത്തെ കാര്യം, നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്തോ, അയൽപ്പക്കക്കാർക്ക് ഗുണം ചെയ്തോ, നിന്നെ കുറിച്ച് മൂമിനെന്ന് പറയാം. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പഠിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയൽവാസികൾ പള്ളിയിൽ ചെന്നുകൊണ്ട് 100 റക്അത്ത് നിസ്കരിക്കുന്നു, ഒരു വർഷവും ഹജ്ജ് മടക്കുന്നില്ല, എല്ലാ വർഷവും നോമ്പ് പിടിക്കുന്നു, എല്ലാം ചെയ്യുന്നു, അയൽപ്പക്കക്കാരെ കണ്ടുകൂടാ. ഈ ഇബാദത്തൊന്നും ഒന്നുമല്ല. ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇബാദത്ത് എന്ന് പറഞ്ഞാ പോയിട്ട് പള്ളിയിൽ ചെന്ന് കൈകെട്ടി നിസ്കരിക്കല് മാത്രമല്ല, അയൽവാസികളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത്, ഞാൻ എന്റെ അയൽപ്പക്കക്കാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്. അയൽവാസിയുടെ കൈപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് ഇബാദത്താണ്. ഈ ബോധമാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്. എന്റെ സുഹൃത്തുക്കളോട്, ഉപ്പമാരോട്, പ്രായം ചെന്ന പിതാക്കളോട് പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞ ഉപ്പമാരെ ആരോടും പിറങ്ങിപ്പോകരുത്. അയൽപ്പക്കക്കാരോടൊന്നും ഒരു വെറുപ്പ് കാണിക്കരുത്. ബഹുമാനപ്പെട്ട ഇമാം സമഖ്ശരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ റബീഉൽ അബ്റാർ എന്ന ഒരു പ്രസിദ്ധ ഗ്രന്ഥമുണ്ട്. റബീഉൽ അബ്റാരി എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന രംഗം കാണാം. അയൽവാസിയെ കുറിച്ച് ആ സംഭവം പറഞ്ഞാല് ആരും തന്നെ അയൽവാസിയെ അകറ്റൂല. ഇമാം സമഖ്ശരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു സംഭവം എങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞാല് അൽഹംദുലില്ലാഹ്, ഒരാളും തന്നെ അയൽവാസികളെ പിന്നെ തെറി വിളിക്കൂല. അയൽവാസികളെ ഹൃദയത്തിൽ അങ്ങ് എടുത്തു വെക്കും. എന്താണ് സമഖ്ശരി ഇമാം ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അന്നഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യദ്ഫഉ ബിൽ മുഅ്മിനിൽ വാഹിദ് അൻ 100,000 ബൈത്തിൻ മിൻ ജീറാനിഹി അൽ ബലാ വഫീഹി ബിശാറത്തുൻ അദീമ. ഇമാം സമഖ്ശരി റളിയല്ലാഹു അൻഹു അവിടുത്തെ റബീഉൽ അബ്റാർ എന്ന ഗ്രന്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹു തആല ഇന്നല്ലാഹ യദ്ഫഉ ബിൽ മുഅ്മിനിൽ വാഹിദ്, അയൽവാസിയായ ഒരൊറ്റ മുഅ്മിനെ കൊണ്ട് 1,00,000 വീട്ടുകാർക്ക് വരുന്ന ആഫത്തിനെ ഒരു മുഅ്മിനെ കൊണ്ട് അല്ലാഹു തടുക്കുന്നതാണ്. അഥവാ ഒരു അയൽവാസി നന്നായി കഴിഞ്ഞാൽ, ഒരു അയൽപ്പക്കക്കാരൻ നന്നായി കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ അയൽവാസികൾക്ക് നന്നായി കഴിഞ്ഞാൽ, നല്ലവരായി കഴിഞ്ഞാൽ, നമ്മുടെ കാരണം കൊണ്ട് 1,00,000 വീട്ടുകാർക്ക് വരുന്ന ബലാഇനെ അല്ലാഹു തടുക്കുന്നതാണ്. ഇതാണ് അയൽവാസിയുടെ മാത്രം. അയൽവാസി നന്നായാൽ നമ്മുടെ വീട്ടിലും പരിസരത്തൊന്നും ഒരു സിഹറും ഒരു മുസീബത്തും ഒരു പൈശാചികമായ രോഗവും ഒരാഫത്തും വരൂല. ഉമ്മമാരെ, അയൽപ്പക്കക്കാര് നന്നാവണം. അയൽപ്പക്കക്കാര് നന്നാവണമെങ്കിൽ നമ്മൾ നന്നാവണം. അവരെക്കൊള്ള നോക്കുമ്പോ നമ്മൾ അയൽവാസികളാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവണം. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് നമ്മളാരാണ്? നമ്മെക്കുറിച്ചൊന്ന് നോക്കുക. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നാം ഒന്ന് വിലയിരുത്തുക. അവരെ കുറിച്ച് ഞാൻ പറയുന്നു, നമ്മൾ തികഞ്ഞവരാണോ?
മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു, നമ്മൾ ഇത്ര തികഞ്ഞവരാണോ? അത് നമ്മളെങ്ങനെ വിലയിരുത്തുക? അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു, ഇന്നല്ലാഹ യദ്ഫഉ ബിൽ മുഅ്മിനിൽ വാഹിദി അൻ മിഅത്തി അൽഫി ബൈത്തിൻ മിൻ ജീറാനിഹി അൽ ബലാഅ. ഒരു മുഅ്മിനായ അടിമയെ കൊണ്ട്, ഒരു മുഅ്മിനായ അയൽവാസിയെ കൊണ്ട് 1,00,000-ൽ പരം വരുന്ന വീടുകൾക്ക് വരാനിരിക്കുന്ന ആഫത്തുകളെ അള്ളാഹു തടുത്തു കളയുന്നതാണ് ഒരാൾ നന്നായി കഴിഞ്ഞാൽ, ഒരു വീട്ടുകാരൻ, ഒരു പെരക്കാരൻ നന്നായി കഴിഞ്ഞാൽ. എന്നിട്ട് സമർശനിമാൻ പറയാ, ഫീഹി ബിശാറത്തുൻ അലീമ, ഇതിൽ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷ വാർത്തയുണ്ട്, ഒരു വമ്പിച്ച, ഒരു മഹത്വമേറിയ അത്ഭുതകരമായ ഒരു സന്തോഷ വാർത്ത ഇതിലുണ്ട്. കണ്ടോ എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊരിക്കലും തന്നെ വെറുതെ കേട്ട് തള്ളിക്കളയരുതെന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ ഹദീസിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്? അയൽവാസി നന്നായി കഴിഞ്ഞാൽ, നമ്മുടെ അയൽപ്പക്കത്തുള്ള നമ്മൾ നന്നായി കഴിഞ്ഞാൽ, നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ ചിലപ്പോൾ ഹൈന്ദവരാണ്, ക്രൈസ്തവരാണ്, ജൂതന്മാരാണ്, അവർ ചിലപ്പോൾ നമ്മൾ കാരണമായി നന്നായി പോകും. ചിലപ്പോൾ ഇസ്ലാമിന്റെ ആ മാധുര്യം നുകരാൻ വരെ ഭാഗ്യം ലഭിച്ചു പോകും. അങ്ങനെ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപടി മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ അശ്ശൈഖ് അല്ലാമ അബ്ദുറഹ്മാൻ അസ്സഫൂരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്ന ഒരു സംഭവം കാണാം. റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കിടാവിനെ കുറിച്ച്, ഹസൻ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ഒരു വീടിന്റെ ചാരത്തുള്ള അയൽവാസിയെ കുറിച്ച് അബ്ദുറഹ്മാൻ തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ കൊടുത്ത ഒരു രംഗം കാണാം. എന്താണത്? പ്രിയപ്പെട്ട ഉമ്മമാരെ, നല്ലവരായ എന്റെ പിതാക്കൾ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ, ദീനിന്റെ കാവലാളുകൾ, നാളത്തെ പള്ളി ഭരിക്കേണ്ടെന്ന, മദ്രസ ഭരിക്കേണ്ടെന്ന, മഹല്ല് ഭരിക്കേണ്ടെന്ന പ്രിയപ്പെട്ട യുവാക്കളെ, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു അനിൽ ഹസൻ ഇബ്നു അലി അന്ന ജാറഹു യഹൂദിയ ഇൻഖറഖ ജിദാറുഹു ഇലാ മൻസിലിൽ ഹസൻ ഫസാറത്തിൻ നജാസ തൻസിലു ഇലാ ദാരിഹി واليهودي لا يعلم بذلك فدخلت زوجته يوما فرأت النجاسة قد اجتمعت في دار الحسن فأخبرت زوجها بذلك فجاء اليهودي إليه معتذرا فقال أمرني جدي محمد رسول الله أمرني جدي محمد رسول الله بإكرام الجار فأسلم اليهودي. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ 213-ാമത്തെ പേജിലൂടെയായി ഒരു വലിയ പാഠമായി നമ്മെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹദിയായ ഫാത്തിമ ബീവിയുടെ പൊന്നുമക്കളായ ഹസൻ ഹുസൈൻ, അതിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ തൊട്ടടുത്ത് ചുമരിനോട് ചാരി നിൽക്കുന്ന വീട് ഒരു ജൂതനായ മനുഷ്യന്റെ വീടാണ്, ഒരു യഹൂദിയുടെ വീടാണ്. അങ്ങനെ ഇൻഖറഖ ജിദാറുഹു, ആ യഹൂദിയുടെ അവിടുത്തെ ഹമ്മാം അഥവാ നമുക്ക് മൂത്രമടിക്കുന്ന കാട്ടിക്കുന്ന ഭാഗം, ഹമ്മാമിന്റെ ചുമര് പൊളിഞ്ഞു, അത് പൊട്ടി വീണു. ഇലാ മൻസിലിൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അരികിലേക്ക്. എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നമുക്ക് അയൽവാസികളുടെ വീട്ടിൽ നിന്ന്, ഹമ്മാമിന്റെ ബാത്റൂമിന്റെ ഭാഗത്തു നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് തെറിച്ചു എന്ന് കേട്ടാൽ, അയൽപ്പക്കത്തുള്ള ആ അയൽവാസിയുടെ 5 വയസ്സുള്ള മകൾ അല്ലെങ്കിൽ മകൻ അവരുടെ വീട്ടിൽ നിന്ന് തുള്ളി വെള്ളം ഇങ്ങോട്ട് തെറിപ്പിച്ചാൽ ആരടാ? ആ കുട്ടിയെ ചീത്ത പറയുന്നവരല്ലേ നമ്മള്? ആ കുട്ടിയെ ആട്ടിവിടുന്നവരല്ലേ നമ്മള്? എന്തുമാത്രം പറയും. ചില ആളുകളൊക്കെ കാട് കയറി പറയും. പിതാക്കളെ അരുത്, കാട് കയറി അയൽപ്പക്കത്തെ കുട്ടികളെ ചീത്ത പറയുന്നവരുണ്ട്. നല്ല തറവാട്ടുകാരനാണ്, പേരുകെട്ട നിസ്കാര താമ്പ് വെച്ചവനാണ്, നല്ല ആബിദാണ്, നല്ല ഹാജിയാണ്, പക്ഷെ അയൽവാസികളെ കാണുമ്പോഴേക്ക് ഗർജിക്കുന്ന സിംഹം പോലെ പെരുമാറുന്ന ആളുകള് ഒരു തറവാട്ടുകാരനുമല്ല, ഇസ്ലാമിൽ അവൻ ഒന്നുമല്ല. വല്ലാഹി ലാ യുമിനു എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. പരിശുദ്ധമായ ദീനിൽ ആ പൊട്ടുവെച്ച പൊട്ടുപോലെ നിസ്കാര താമ്പ് വെച്ചവൻ ഒന്നുമല്ല, അവൻ മൂമിനല്ല എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഈ വിഷയത്തിന്റെ ഗൗരവമാകുമ്പോ, ഈ വിഷയത്തിന്റെ ഗൗരവം കാണുന്ന സമയത്ത് അത് വായിക്കുമ്പോൾ അങ്ങനെ ചൂട് വന്നു പോവുകയാണ്. എന്റെ മാതാപിതാക്കളോട് എനിക്ക് വെറുപ്പില്ലല്ലോ, ഈ സദസ്സിലുള്ള ആരോടും എനിക്ക് വെറുപ്പില്ലല്ലോ.
ജ്യേഷ്ഠാനുജന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും. ഈ അയൽവാസിയുടെ ഗൗരവം ആ ഗൗരവം അറിയിക്കുന്നെന്ന് മാത്രം, ഒരാളെയും വെറുപ്പിക്കാനല്ല. കണ്ടോ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അയൽപ്പക്കക്കാരൻ, ഇന്ന ജാറഹുൽ യഹൂദിയ, ബഹുമാനപ്പെട്ടവരുടെ യഹൂദിയായ ജൂതനായ അയൽവാസി, ഇൻഖറഖ ജിദാറുഹു, ആ അയൽവാസിയുടെ ജൂതന്റെ വീട്ടിൽ നിന്ന് ഹമ്മാമ് ബാത്റൂമിന്റെ ഭാഗത്തുള്ള ചുമരതാ പൊടിഞ്ഞു വീണു. എവിടത്തേക്കെന്നറിയോ? ഇലാ മൻസിലിൽ ഹസൻ, ഹസൻ തങ്ങളുടെ വീടിന്റെ അരികിലേക്ക്. ഫസ്വാറത്തിൻ നജാസത്തു തൻസിലു ഇലാ ദാരിഹി. സുബ്ഹാനല്ലാഹ്, ആ അയൽപ്പക്കത്തുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അതാ ഒഴുകി വരുന്നു. ആ അയൽപ്പക്കത്തുള്ള മൂത്രവും കാഷ്ടവും ഒക്കെ വരികയാണ്. വൽ യഹൂദിയു ലാ യഅലമു, ഈ ജൂതനായ മനുഷ്യനത് അറിയുന്നില്ല. ബിദാലിക, അവരുടെ വീട്ടിലുള്ള അവരുടെ ബാത്റൂമിലുള്ള ആ നജസായ വസ്തുക്കള് അതെല്ലാം ഹസൻ തങ്ങളുടെ വീട്ടിന്റെ അരികിലേക്ക് ഒഴുകുന്നു എന്ന വിവരം ഈ ജൂതനായ മനുഷ്യന് അറിയില്ല. ഫദഖലത്ത് സൗജത്തുഹു യൗമാ, ഒരിക്കലും തന്റെ, ഓ മുസ്ലിമീങ്ങളെ, ഹസൻ തങ്ങൾ, ഹസൻ റളിയല്ലാഹു അൻഹുമോ, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയോ അവിടുത്തെ പൊന്നുമക്കളോ പരാതി പറഞ്ഞില്ല. അയൽപ്പക്കക്കാരോട് വിവരം അറിയിക്കുന്നില്ല. അവരതാ ഒന്നും പറയുന്നില്ല. കുട്ടികൾ പറയുന്നില്ല, ബാപ്പയും മിണ്ടുന്നില്ല, അതുപോലെ ഉമ്മയും പറയുന്നില്ല. ആ വിവരം ദിവസങ്ങളായി. എന്തൊരു നാറ്റമാണ്! അയൽപ്പക്കത്തുള്ള ആ കാഷ്ടവും മൂത്രവുമൊക്കെ ഒഴുകി വന്ന് ഹസൻ തങ്ങളുടെ വീട്ടിലേക്ക് കിടക്കാൻ വയ്യ. പക്ഷേ റസൂലുള്ളാഹിന്റെ പേരക്കിടാവുണ്ടോ അയൽവാസികളോട് അറിയിക്കുന്നത്? ഇത് ഉൾക്കൊള്ളാൻ കഴിയോ മുസ്ലിമീങ്ങളെ? നിസ്സാര വിഷയത്തിന് വിളിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറയുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ, ഈമാനുള്ള ഉമറാക്കളെ, ഒരു വട്ടം അല്ല, രണ്ടു വട്ടമല്ല, പലവട്ടം പറഞ്ഞു. ഇനി പറച്ചിലായിരിക്കില്ല, ഇനി നടപ്പിൽ വരുത്താനുള്ള വഴി കാണും. എന്താ മാർഗമുണ്ടോ എന്ന് നോക്കിപ്പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന മുസ്ലിമേ, മനുഷ്യ റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം അത് നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടുത്തുന്നൊരു വാക്കാണത്, പറഞ്ഞു പോകരുത്. കണ്ടോ, ഫദഖലത്ത് സൗജത്തുഹു യൗമാ, ഈ യഹൂദിയായ മനുഷ്യന്റെ ഭാര്യ ഒരിക്കൽ ഒന്നും അറിയില്ല. ഒരിക്കൽ ആ പെണ്ണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു. വല്ലാത്ത നാറ്റമുണ്ടവിടെ. നോക്കുന്ന സമയത്ത് ഫറഅത്തിൻ നജാസത ഖദ് ഇജ്തമഅത് ഫീ ദാരിൽ ഹസൻ, അവരുടെ ബാത്റൂമിൽ നിന്ന്, ഹമ്മാമിൽ നിന്ന് ഒഴുകി വന്ന ചീഞ്ചലമൊക്കെ ഇവിടെയതാ കട്ടികൂടി നിൽക്കുന്നു, അവിടെയതാ കൂട്ടമായി നിൽക്കുന്നു. എന്നിട്ട് വല്ലാത്ത ദുർഗന്ധമുണ്ട്. ഈ വിഷയം ആ പെണ്ണങ്ങ് കണ്ടപ്പോ ഫഅഖ്ബറത് സൗജഹാ, ആ പെൺകുട്ടി ഓടിപ്പോകുന്നു. എന്നിട്ട് ജൂതനായ ഭർത്താവിനെ വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, യാ സൗജി, വിഷയം ഇതാ ഇങ്ങനെയാണ്. സാധുക്കളാണ് ആ വീട്ടുകാര്. ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മക്കളാണ്. അവര് പാവങ്ങളാണ്, അവര് സാധുക്കളാണ്. ഇതൊക്കെ സംഭവിച്ചിട്ട് നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ഓടിപ്പോയി പൊരുത്തപ്പെടിക്കണം എന്ന് പറഞ്ഞപ്പോ യഹൂദിയാ മനുഷ്യൻ ഓടിച്ചെല്ലുന്നു ഇലൈഹി, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് മുഅ്തദിറ ഉദുർ ബോധിപ്പിച്ചുകൊണ്ട് ഓടിച്ചെന്നു. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലാണെങ്കിൽ നോക്കൂ, നമ്മുടെ പറമ്പിലാണോ? എന്തിനാണ് കാഷ്ടം വരുന്നത്? അയൽപ്പക്കത്തെ വീട്ടിലുള്ള ആട്ടുംകുട്ടിയെങ്ങാനും നമ്മുടെ പറമ്പിൽ ചവിട്ടിയാൽ എന്തുമാത്രം ദേഷ്യം കാണിക്കും. നിങ്ങൾ ശറഹ് എഴുതുക, ഞാനത് വിശദീകരിക്കേണ്ട നാട്ടുകാരെ. ആ ഭാഗം ഞാൻ വിശദീകരിക്കാതിരിക്കലാണ് നല്ലത്. നിങ്ങൾ തന്നെ വിശദീകരിച്ചോളൂ. ഇരിക്കട്ടെ, ആ ജൂതനായ മനുഷ്യൻ ഓടി വന്ന് വിഷയം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, ഫഖാല അമറനി ജദ്ദി റസൂലുള്ളാഹ്, എന്റെ ഉപ്പാപ്പയായ റസൂലുള്ളാഹ് എന്നോട് കൽപ്പിച്ചത് ബിഇക്റാമിൽ ജാർ, അയൽവാസിയെ ആദരിക്കണമെന്നും അയൽവാസികളോട് ബഹുമാനം കാണിക്കണമെന്നും അവരിൽ എന്ത് കണ്ടാലും അവരോട് ആദരവ് കാണിച്ചുകൊണ്ടുള്ള സംസാരമായിരിക്കണം. എന്റെ ഉപ്പാപ്പ എന്നെ പഠിപ്പിച്ചു.
ഇതങ്ങ് പറഞ്ഞപ്പോ ഫഅസ്ലമൽ യഹൂദിയു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് ആ ജൂതനായ മനുഷ്യൻ ഹസൻ തങ്ങളുടെ കൈപിടിച്ച് ദീനിലേക്ക് കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പൊന്നു മാതാപിതാക്കളെ, എന്താണ് നാം ഇപ്പോൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ ജൂതൻ മുസ്ലിമായി, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഒരു അയൽപ്പക്കത്തെ വീട്ടിലുള്ള ബാത്റൂമിലുള്ള എല്ലാ നജസ്സുകളും ഒഴുകിയിട്ട് സ്വന്തം വീടിന്റെ ചുമരിനോട് ചാരി നിന്ന് ദുർഗന്ധം അടിച്ചു വീശുന്നു. എന്നിട്ടും കാമായ അയൽവാസികളെ പറയാത്ത നമ്മുടെ നേതൃത്വം, മുഅ്മിനീങ്ങളുടെ നേതൃത്വം, റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾ, നബിത്തങ്ങളുടെ പേരമക്കൾ. ബാക്കി നാം ഒന്ന് ചിന്തിക്കുക. എന്താണ് പറഞ്ഞതിന്റെ സാരം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടെ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹുർമത്തുൽ ജാരി കഹുർമത്തുൽ ഉമ്മി. അല്ലാഹ്, ഇത് കുറച്ച് കട്ടിയുള്ള വാക്കാണ്. അയൽവാസിയെ ആദരിക്കുന്നത് ഉമ്മയെ ആദരിക്കുന്നത് പോലെയാണ്. അയൽവാസിയെ ബഹുമാനിക്കുന്നത് സ്വന്തം ഉമ്മയെ ബഹുമാനിക്കുന്നത് പോലെയാണ്. പെറ്റ ഉമ്മയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മയോടുള്ള ബഹുമാനം കാരണമായി ഉമ്മയെ എത്രമാത്രം ബഹുമാനിക്കണം, അതുപോലെയാണ് അയൽപ്പക്കത്തുള്ള ഒരു ഉമ്മയെ ബഹുമാനിക്കുന്നത്, അയൽപ്പക്കത്തുള്ള പിതാവിനെ ബഹുമാനിക്കുന്നത്, അയൽപ്പക്കത്തെ കുട്ടികളെ ബഹുമാനിക്കുന്നത്, അയൽപ്പക്കത്തെ വീട്ടിലുള്ള പൂച്ചയെ ബഹുമാനിക്കുന്നത്, അയൽപ്പക്കത്തെ വീട്ടിലെ കോഴിയെ ബഹുമാനിക്കുന്നത്, അയൽപ്പക്കത്തുള്ള മുഴുവൻ വസ്തുക്കളെയും നമ്മൾ ബഹുമാനിക്കണം. പെറ്റ ഉമ്മയോടുള്ള ബഹുമാനം പോലെയാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ ചിലപ്പോഴൊക്കെ നാമൊക്കെ പറയും, അയൽപ്പക്കത്തുള്ളവർക്ക് നന്മ ചെയ്യൽ. ഞാൻ എന്റെ കടിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഉടൻ വിളിക്കും. അവർ വന്നില്ലെങ്കിൽ ഞങ്ങൾ ചോറ് കൊണ്ടുപോയി കൊടുക്കും. ഒരു പായസം വെച്ച പായസം കൊണ്ടുപോയി കൊടുക്കും. പണ്ട് കാലത്തൊക്കെ അയൽപ്പക്കത്തുള്ള പൊട്ടുവെച്ച ഹൈന്ദവരും ഇപ്പുറത്തുള്ള മുസ്ലിമും കുരിശ് വെച്ച ക്രൈസ്തവരുമൊക്കെ തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന എന്തൊരു മനോഹരമായ രംഗങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴുമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അയൽപ്പക്കത്തുള്ളവര് ഹൈന്ദവരാണെങ്കിൽ അവർ പായസം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. പെരുന്നാളിന് ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇന്നും വല്ലാത്തൊരു മതമൈത്രി ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നു. ഇപ്പോഴുമുണ്ട്. ഇവിടുത്തെ അവസ്ഥകള് എനിക്കറിയുകയില്ല. ഏതാവട്ടെ, ഞങ്ങള് അങ്ങോട്ട് നല്ല സഹായിക്കുന്നുണ്ട്. എന്നാൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ നേരിൽ കണ്ട സ്വഹാബികളെ കാണാൻ, സ്വഹാബത്തിന്റെ അരികിൽ നിന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചുപോയ മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിൽ പ്രമുഖരായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാ, ലൈസ ഹുസ്നുൽ ജിവാർ കഫൽ അദാ അനിൽ ജാർ. നല്ല അയൽവാസി എന്ന് പറയുന്നത് ഒരയൽവാസിയുടെ ബുദ്ധിമുട്ട് തടുക്കുന്നവനല്ല. ആരാണ് നല്ല അയൽവാസി? ആരാണ് നല്ല അയൽപ്പക്കക്കാരൻ? അയൽപ്പക്കത്തുള്ളവരുടെ ബുദ്ധിമുട്ട് അവരിങ്ങോട്ട് വല്ലതും ചെയ്താൽ അത് തടുക്കുന്നവനല്ല. നേരെ മറിച്ച് ബൽ ഹുസ്നുൽ ജിവാർ, നല്ല അയൽവാസി ഹുസ്നുൽ ജിവാർ. നല്ല അയൽവാസി ആരാണെന്നറിയോ? അസ്സബ്റു അലാ അദൽ ജാർ, അയൽപ്പക്കത്ത് നിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ മേൽ ക്ഷമിക്കലാണ്.